ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈശോ ഒത്തിരിയേറെ ഉപമകൾ നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ഈശോ പറയുന്ന ധാരാളം ഉപമകൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള ഉപമകളിൽ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് കളകളുടെ ഉപമ. ഈ കളകളുടെ ഉപമയുടെ ആദ്യവാക്യത്തിൽ ഇപ്രകാരം നമ്മൾ ശ്രവിക്കുന്നു, വായിക്കുന്നു: ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാമെന്ന്. തുടർന്ന് വായിക്കുന്ന വാക്യമാണ്: ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട്, വയലിൽ കള വിതച്ചിട്ട് കടന്നുപോയി. ആളുകൾ ഉറക്കമായപ്പോൾ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച്, ഉണർവിനെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഇത്. എങ്ങനെയാണ് തിന്മ കടന്നു വരുന്നത്? എവിടെ നിന്നാണ് തിന്മ കടന്നു വരുന്നത്? എപ്രകാരമാണ് കുടുംബജീവിതത്തിലേക്ക്, ദാമ്പത്യ ജീവിതത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക് ഒക്കെ തിന്മ കടന്നു വരുന്നത്? പ്രിയപ്പെട്ടവരെ, തിന്മ കടന്നു വരുന്നതിൻ്റെ പുറകിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈശോ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു: ഉറക്കമായപ്പോൾ. എന്ന് വെച്ചാൽ ജാഗ്രത, കരുതൽ, ഏകാഗ്രത, ഉണർവ് ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ആലസ്യം കടന്നു വരുമ്പോൾ, പരിഹാരത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ അകലുമ്പോൾ, കുർബാന, കുമ്പസാരം തുടങ്ങിയ കൗദാശിക ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ തെന്നിമാറുമ്പോൾ, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പുറകെ അല്ലെങ്കിൽ ലോകത്തിലെ സമ്പത്ത് വെട്ടിപ്പിടിക്കാൻ നമ്മൾ ഓടുമ്പോൾ, നമ്മൾ പോലും അറിയാതെ പതുക്കെ പതുക്കെ ആത്മീയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വഴുതി മാറും. അശ്രദ്ധ, അലസത കയറി വരും. അത് സാവധാനത്തിൽ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ കള വിതയ്ക്കാൻ ശത്രുവിന് ഇടം കൊടുക്കുകയായിരിക്കും ചെയ്യുക. ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ഒരു കഥയുണ്ട്. ഗ്രീക്കുകാരും ട്രോയി നഗരവാസികളും യുദ്ധത്തിലാണ്. ട്രോയി നഗരം കീഴ്പ്പെടുത്താൻ ഗ്രീക്കുകാർ ഒത്തിരി പരിശ്രമിച്ചു. വലിയ സൈന്യ ബലമുണ്ടായിരുന്നിട്ട് കൂടെ ട്രോയി നഗരത്തെ കീഴ്പ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഇവർക്ക് സാധിച്ചില്ല, ഗ്രീക്കുകാർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ട്രോയി നഗരത്തിന് ശക്തമായ പട്ടാള സൈന്യമുണ്ടായിരുന്നു എന്നുള്ളതും മാത്രമല്ല, ട്രോയി നഗരത്തിന് ചുറ്റും ബലവത്തായ ഉരുക്കിൻ്റെ ശക്തിയുള്ള കരിങ്കല്ലിൻ്റെ വലിയ കോട്ടകളാൽ കെട്ടപ്പെട്ടതായിരുന്നു ട്രോയി നഗരം. അതുകൊണ്ട് ഗ്രീക്കുകാർ എത്ര ശക്തരായിരുന്നിട്ടും, മിടുക്കരായ പട്ടാളക്കാരുണ്ടായിരുന്നിട്ടും അവർക്ക് ട്രോയി നഗരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അവസാനം ഗത്യന്തരമില്ലാതെ ഇതാ യുദ്ധത്തിൽ പരാജയം സമ്മതിച്ച് അവർ പിൻവാങ്ങുകയാണ്. ട്രോയി നഗരവാസികൾ തങ്ങളുടെ ശത്രുക്കൾ തങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കാതെ പിൻവാങ്ങിയപ്പോൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും അവർ കുടിച്ച് മതിച്ച് ഉന്മത്തരായി വിശ്രമിക്കാനും തുടങ്ങി. പിറ്റേന്ന് അവർ നഗര കവാടത്തിൽ ഇങ്ങനെയൊരു കാഴ്ച കാണുന്നു. നഗര കവാടത്തിങ്കൽ വലിയ, ഒത്തിരി വലുപ്പത്തിലുള്ള, കോട്ടയോളം തന്നെ വലുപ്പത്തിലുള്ള മരത്തിൻ്റെ ഒരു കുതിര നിർമ്മിക്കപ്പെട്ട് അവിടെ ഇരിക്കുന്നതായി അവർ കാണുകയാണ്. ഈ വലിയ കുതിര, ഇതിന് ട്രോജൻ കുതിര എന്നാണ് അത് അറിയപ്പെടുക. ഈ വലിയ കുതിര അവർ ഇങ്ങനെ കരുതി, ഒരുപക്ഷെ തങ്ങളുടെ യുദ്ധ നൈപുണ്യത്തിൽ, തങ്ങളുടെ യുദ്ധവിജയത്തിൽ ആനന്ദിച്ച് ദേവന്മാർ ആകാശത്ത് നിന്ന് തങ്ങൾക്ക് സമ്മാനിച്ചതാണ് ഈ വലിയ കുതിരയെന്ന്. അവർ അങ്ങനെ ആ കുതിരയുമായി കോട്ടയ്ക്കകത്തേക്ക് പോവുകയാണ്. കോട്ടയ്ക്കകത്ത് മരത്തിൻ്റെ ആ വലിയ കുതിരയെ കൊണ്ടുചെന്നതിന് ശേഷം കോട്ടവാതിലുകളൊക്കെ അവർ പിന്നെയും ഭദ്രമായി അടച്ചു. അത് കഴിഞ്ഞ് അന്ന് രാത്രി വീണ്ടും അവരുടെ യുദ്ധവിജയം അവർ ആഘോഷിക്കുകയാണ്. മദ്യപിച്ചും തപ്പുമേളങ്ങളുമൊക്കെയായി അവരുടെ വിജയം ആഘോഷിക്കുന്ന ട്രോയി നിവാസികൾ അവസാനം മദ്യപിച്ച് ബോധമില്ലാതെ ലഹരിയിൽ കിടന്നുറങ്ങുന്ന ട്രോയി നിവാസികൾ എല്ലാവരും ഉറക്കത്തിലാണ്, മയക്കത്തിലാണ്. അപ്പോഴിതാ ഈ ട്രോജൻ കുതിര, ഈ വലിയ മരക്കുതിര, യഥാർത്ഥത്തിൽ അത് ഗ്രീക്കുകാർ പ്രയോഗിച്ച അവസാനത്തെ കുടിലതന്ത്രമായിരുന്നു. ആ മരക്കുതിരയ്ക്കകത്ത് കുറേ പട്ടാളക്കാർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ആ പട്ടാളക്കാർ ഇതാ എല്ലാ ട്രോയ് നിവാസികളും ഉറക്കമായി കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്ന് ഈ കുതിരയ്ക്ക് അകത്തിരുന്നിരുന്ന പട്ടാളക്കാർ കുതിരയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. അതിനുശേഷം
ഈ കോട്ടയുടെ വാതിൽ അവർ പോയി തുറന്നു കൊടുത്തു. ഒളിച്ചു നിന്നിരുന്ന ഗ്രീക്ക് സൈന്യം മുഴുവനും ആ സമയം കോട്ടയ്ക്കകത്തേക്ക് പാഞ്ഞു കയറി. അങ്ങനെ പാഞ്ഞു കയറിയ ഗ്രീക്ക് സൈന്യത്തിലെ പട്ടാളക്കാർ ട്രോയ് നിവാസികളെ മുഴുവനും കൊന്നൊടുക്കുകയാണ്. ട്രോയ് നഗരം കത്തിച്ച് ചാമ്പലാക്കുകയാണ്. അവിടെയുള്ള മുതൽ മുഴുവനും കൊള്ളയടിക്കുകയാണ്. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്ന ഒരു കഥയാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. ആലസ്യത്തിലും ജാഗ്രതക്കുറവിലും നിദ്രയിലും അമർന്നു കഴിഞ്ഞപ്പോൾ ആ നഗരം തന്നെ നശിച്ചു പോകുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പുലർത്തേണ്ട നിതാന്ത ജാഗ്രത, നമ്മൾ പുലർത്തേണ്ട ഉത്സാഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു നിമിഷാർദ്ധ നേരത്തേക്ക് ആത്മീയ ജീവിതത്തിൽ ആലസ്യം കടന്നു വന്നാൽ, ഉണർവ് നഷ്ടപ്പെട്ടാൽ, അത് മതി ശത്രുവിന്, പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ജീവിതം മുഴുവനെയും താളം തെറ്റിക്കുവാൻ. ഒത്തിരി തീക്ഷ്ണതയോടെ ആത്മീയ ജീവിതം നയിച്ചിരുന്ന പലരും ഇടക്കാലത്ത് വെച്ച് തകർന്നു പോയതിൻ്റെ, ഇടക്കാലത്ത് വെച്ച് പാപജീവിത വഴികളിലേക്ക് കടന്നു വന്നതിൻ്റെ പുറകിൽ തീർച്ചയായും അവർ പോലും അറിയാതെ ഇടയ്ക്കെപ്പോഴോ നഷ്ടപ്പെട്ട ആത്മീയ ജീവിതത്തിൻ്റെ ജാഗ്രതയാണ് കാരണമായിട്ട് മാറുക. ജാഗ്രത നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഉണർവ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അലസത കയറി വന്നു കഴിയുമ്പോൾ, ആത്മീയ ജീവിതത്തിൽ ഏറ്റവും കരുതലോടെ കരുതിയിരുന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ശത്രു കയറി വരുന്നു, പിശാച് കയറി വരുന്നു, തിന്മ കയറി വരുന്നു, ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്നു. പാപവഴികളിലേക്ക് നമ്മൾ പോലും അറിയാതെ പ്രവേശിക്കുന്ന അവസ്ഥ സംജാതമാകുന്നു. അതുകൊണ്ട് ഉണർവോടെ ആയിരിക്കുക. ആത്മീയ ജീവിതം എപ്പോഴും ഉണർവിൻ്റെ ജീവിതമായിട്ട് മാറണം. കൗദാശിക ജീവിതം, വിശുദ്ധ കുർബാന, കുമ്പസാരം മുടങ്ങാതെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കട്ടെ. കുടുംബ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കാതിരിക്കുക. ജപമാല ചൊല്ലുന്നത്, ബൈബിൾ വായിക്കുന്നത് മുടക്കാതിരിക്കുക. വിശുദ്ധ ദിനത്തിൻ്റെ ആചരണങ്ങൾ കൃത്യമായിട്ട് നടത്തുക. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇത്തരം കാര്യങ്ങളിൽ കുറവ് സംഭവിക്കുമ്പോൾ, ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു ദിവസം കുടുംബ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് പലരും ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിൻ്റെ വാതിൽ ഒരു ദിവസം അടയ്ക്കാതെ കടന്നുറങ്ങിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ ഭവനത്തിൻ്റെ വാതിൽ അടച്ച്, ജനലുകളെല്ലാം അടച്ച് കുറ്റിയിട്ട് ഉറപ്പാക്കിയതിന് ശേഷമാണ് രാത്രി ഉറങ്ങാൻ കിടക്കാറുള്ളത്. വാതിലും ജനലുകളും തുറന്നിട്ട് രാത്രി ആരും ഉറങ്ങാറില്ല. എന്തതിൻ്റെ കാരണം? കള്ളന്മാർ വരാതിരിക്കാൻ, ഇഴജന്തുക്കൾ കയറി വരാതിരിക്കാൻ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നതുപോലെ ഒരു ദിവസം കുടുംബ പ്രാർത്ഥന ചൊല്ലാതിരുന്നാൽ പിശാച് ആരെ വിഴുങ്ങണമെന്ന് ആലോചിച്ച് അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നുണ്ട് എന്ന കാര്യം ഓർക്കുക. ഭവനത്തിൻ്റെ വാതിൽ ഒരു ദിവസം അടയ്ക്കാൻ മറന്നുപോയാലും അപകടം ഉണ്ടാകണമെന്ന് ഉറപ്പൊന്നുമില്ല. എന്നാൽ ഓർക്കുക, ആത്മീയ ജീവിതത്തിൽ അടയ്ക്കേണ്ട വാതിലുകൾ അടച്ചില്ലെങ്കിൽ, കാവൽ ഏർപ്പെടുത്തേണ്ട ഇടങ്ങളിൽ കാവൽ ഏർപ്പെടുത്തിയില്ല എങ്കിൽ, നമ്മൾ നടത്തേണ്ട കരുതൽ നമ്മൾ നിതാന്ത ജാഗ്രതയോടെ ഉണർന്നിരുന്നില്ല എങ്കിൽ, ഒരു ദിവസത്തെ പ്രാർത്ഥന മുടങ്ങിപ്പോകുന്നത് പോലും പിശാചിന് കയറി വരാൻ പഴുതു നൽകുന്നു എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ അവധിക്കാലമില്ല എന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇങ്ങനെയൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നരകത്തിൽ നടക്കുന്ന വലിയൊരു സമ്മേളനം. എല്ലാ പിശാചുക്കളും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ പിശാചുക്കളുടെ എല്ലാം നേതാവ് പിശാചുക്കളെ വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം നരകത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ എത്തിക്കാൻ എന്താണ് മാർഗം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് എല്ലാ പിശാചുക്കളെയും വിളിച്ചു കൂട്ടിയത്. ഓരോരുത്തരും അവരവരുടേതായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഒരാൾ പറഞ്ഞു, നന്മ ചെയ്ത് ജീവിക്കാൻ വലിയ പ്രയാസമാണ്, അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കുന്നതിനേക്കാളും നല്ലത് തിന്മ ചെയ്ത് ജീവിക്കല. ഇങ്ങനെ മനുഷ്യരോട് നമുക്ക് പറയാം, പ്രലോഭിപ്പിക്കാം. പക്ഷെ ആ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശം സ്വീകരിക്കപ്പെട്ടില്ല. മറ്റു പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണ്. തിന്മയുടെ സുഖം, പാപത്തിൻ്റെ ലഹരി, ഇതെല്ലാം മനുഷ്യരെ കാണിച്ച് നമുക്ക് പ്രലോഭിപ്പിക്കാം. അതല്ലെങ്കിൽ സ്വർഗമില്ല, നരകമില്ല, ഈ ഭൂമി മാത്രമാണ് സ്വർഗം, ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മനുഷ്യരെ പ്രലോഭിപ്പിക്കാം. ഇങ്ങനെയൊക്കെ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കപ്പെട്ടു. ഒന്നും പിശാചുക്കളുടെ തലവിന് സ്വീകാര്യമായില്ല.
അപ്പോഴിതാ ഒരു വ്യക്തി ഇപ്രകാരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. നമുക്ക് ഇങ്ങനെ പറയാം, സ്വർഗമുണ്ട്, നരകമുണ്ട്. നന്മ ചെയ്താൽ സ്വർഗത്തിൽ പോകാം, തിന്മ ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരും. അതുകൊണ്ട് നീ തീർച്ചയായും നന്മ ചെയ്ത് ജീവിക്കണം, തിന്മകൾ ഒരിക്കലും ചെയ്യരുത്. എന്നാൽ അത് നാളേക്ക് മാറ്റിവെക്കാം. ഇന്നും കൂടെ നീ സുഖിച്ച് ജീവിച്ചോ, ഇന്നും കൂടെ എല്ലാം ആസ്വദിച്ച് നീ ജീവിച്ചോ. നന്മ ചെയ്ത് ജീവിക്കൽ അത് പിന്നീട് നാളത്തേക്ക് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഈ നിർദ്ദേശമാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. പിശാച് ഇന്ന് നമ്മുടെ മേൽ പ്രയോഗിക്കുന്ന ഏറ്റവും വലിയ കുടില തന്ത്രങ്ങളിൽ ഒന്നാണിത്. നന്മ നാളേക്ക് മാറ്റിവെക്കാൻ. ഇന്നും കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ, ഇന്നും കൂടെ മദ്യപിക്കാം, ഇന്നും കൂടെ ബ്ലൂ ഫിലിം കാണാം, ഇന്നും കൂടെ ലഹരി ഉപയോഗിക്കാം, ഇന്നും കൂടെ സ്വയംഭോഗം ചെയ്യാം, ഇന്നും കൂടെ ഈ പാപം ചെയ്യാം, നാളെ തൊട്ട് മാനസാന്തരപ്പെട്ടേക്കാം, നാളെ മുതൽ ഒരു നല്ല ജീവിതം നയിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു തെറ്റായ ചിന്ത പിശാച് മനുഷ്യമക്കളുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും കൊണ്ടുവന്ന് തരാറുണ്ട്. അതിൽ പിശാച് വിജയിക്കാറുണ്ട്, നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുമുണ്ട്. ഓർക്കുക, ആത്മീയ ജീവിതത്തിൽ അവധിക്കാലമില്ല. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും നീ പ്രാർത്ഥനയാക്കി മാറ്റണം. ഈശോയുടെ സ്നേഹത്തിൽ കേന്ദ്രീകൃതമായ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കാൻ സാധിക്കണം. ആത്മീയ ജീവിതത്തിൽ അവധിക്കാലമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാക്കാണ്, ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് ഇതാ കള വിതച്ചിട്ട് കടന്നു കളയുന്നു. ശത്രു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ആ ശത്രു പിശാചാണ്. മനുഷ്യരാരും നമുക്ക് ശത്രുക്കളല്ല. ക്രിസ്ത്യാനിക്ക് ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ശത്രുവല്ല. ഒരുപക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യത്തിലും പലരുമായി നമുക്കുണ്ടാകും എന്ന് കരുതി അവരാരും നമ്മുടെ ശത്രുക്കളല്ല. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ എതിരാളികൾ പലരുണ്ടാകാം, അല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുലർത്തുന്നവരുണ്ടാകാം. എന്നാൽ അവരാരും നമ്മളുടെ ശത്രുക്കളല്ല. മറ്റു മതങ്ങളിൽപ്പെട്ടവരോ ജാതിയിൽപ്പെട്ടവരോ വർഗവർണ്ണങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നവരോ ആരും ക്രിസ്ത്യാനിക്ക് ശത്രുവല്ല. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളുമായി ജീവിക്കുന്നവർ ഒരു ക്രിസ്ത്യാനിക്ക് ശത്രുവല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. അന്യമതത്തിൽപ്പെട്ടവരല്ല നമ്മുടെ ശത്രുക്കൾ, അന്യജാതിയിലോ വർഗത്തിലോ വർണ്ണത്തിലോ പെട്ടവരോ അല്ല നമ്മുടെ ശത്രുക്കൾ, മറ്റ് രാജ്യങ്ങളിലുള്ളവരുമല്ല നമ്മുടെ ശത്രുക്കൾ. നേരെ മറിച്ച് ക്രിസ്ത്യാനിക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ. ആ ശത്രു പിശാചാണ്. പിശാചിനെതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായും കൃത്യമായും പറയുന്നുണ്ട്, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ പടവെട്ടുന്നത്, പിന്നെയോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധീശന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് വെച്ചാൽ ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? മനുഷ്യർക്കെതിരായിട്ടല്ല നമ്മുടെ യുദ്ധം, പിന്നെയോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധീശന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും. പ്രഭുത്വങ്ങൾ, ആധിപത്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് പിശാചിനെ കുറിച്ചാണ്, തിന്മയെ കുറിച്ചാണ്, നരകവാസികളെ കുറിച്ചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമ്മുടെ യുദ്ധം പിശാചിനെതിരാണ്, മനുഷ്യർക്കെതിരല്ല. ഒരുപക്ഷെ കുടുംബത്തിൽ പലരും നമുക്ക് ശത്രുക്കളായിരിക്കാം. സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ശത്രുവായിരിക്കാം പലരുടെയും കാര്യത്തിൽ. മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ, അതുമല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ ചിലർക്ക് ശത്രുക്കളായിരിക്കാം. ചിലർ സ്വന്തം സഹോദരി സഹോദരങ്ങളെ ശത്രുക്കളായി കണക്കാക്കുന്നു, അയൽവാസികളെ ശത്രുക്കളായി കണക്കാക്കുന്നു, മേലുദ്യോഗസ്ഥരെ കീഴുദ്യോഗസ്ഥരെ സഹപ്രവർത്തകരെ ശത്രുക്കളായി കണക്കാക്കുന്നു, മറ്റു മതസ്ഥരെ ചിലർ ശത്രുക്കളായി കണക്കാക്കുന്നു. ഒരു ക്രിസ്ത്യാനിക്ക് ഇവരാരും ശത്രുക്കളല്ല. നേരെ മറിച്ച് പിശാചു മാത്രമാണ് ഒരേ ഒരു ശത്രു, ഏക ശത്രു. അവ മാത്രമാണ് യഥാർത്ഥ ശത്രു, മറ്റാരും നമ്മുടെ ശത്രുക്കളല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത പങ്കാളിയുടെ, ഭർത്താവിൻ്റെ മദ്യപാന ശീലത്തിൽ ഒത്തിരി സങ്കടപ്പെട്ട് ദുഃഖിച്ചു കഴിയുന്ന ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഈ മദ്യപാന ദുശീലം മാറുന്നതിന് വേണ്ടി ഒത്തിരി ഉപദേശിച്ചു, ഒത്തിരി കരഞ്ഞു പറഞ്ഞു, ഒത്തിരി അപേക്ഷിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടും രക്ഷയില്ല. ഭർത്താവിൻ്റെ മദ്യപാന ശീലം അവസാനിക്കുന്നില്ല. പതുക്കെ പതുക്കെ ഉള്ളിലെ സങ്കടം ദേഷ്യമായി മാറി,
ദേഷ്യം അരിശമായി മാറി, അരിശം വെറുപ്പായി, വിദ്വേഷമായി മാറി. അങ്ങനെ ഭർത്താവ് ഇന്ന് ഭാര്യയ്ക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ട് നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഈ ഭർത്താവിനെതിരെ അല്ല ഭാര്യ യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. നേരെ മറിച്ച് ഭർത്താവിൽ പ്രവർത്തിക്കുന്ന മദ്യമെന്ന പിശാചിനെതിരായിട്ടാണ്. ഭർത്താവിനെതിരെ യുദ്ധം ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. മറിച്ച് ഭർത്താവിൽ പ്രവർത്തിക്കുന്ന മദ്യമെന്ന ലഹരി എന്ന തിന്മയ്ക്കെതിരായിട്ടാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടത്. ഓർക്കുക, പിശാചിനെതിരായുള്ള യുദ്ധത്തിന് മാനുഷിക ഭൗതിക ആയുധങ്ങളൊന്നും ഫലപ്രദമല്ല. വഴക്കു കൂടിയതുകൊണ്ടോ, തല്ലുകൂടിയതുകൊണ്ടോ, ദേഷ്യപ്പെട്ടതുകൊണ്ടോ, അരിശപ്പെട്ടതുകൊണ്ടോ ഒരു വ്യക്തിക്കും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിശാചിനെ ഒരു വ്യക്തിയിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിടുതലും വിമോചനവും സ്വാതന്ത്ര്യം നേടുവാനുള്ള മാർഗം എന്ന് പറയുന്നത് അത് ആത്മീയ ആയുധങ്ങൾ എടുത്തുപയോഗിക്കുക എന്നുള്ളതാണ്. ആത്മീയ ആയുധങ്ങൾ പ്രാർത്ഥന വഴി, ഉപവാസം വഴി, പരിഹാരങ്ങൾ വഴി, പ്രായശ്ചിത്ത പ്രവർത്തികൾ വഴി പിശാചിനെതിരെ യുദ്ധം ചെയ്യുക. നിന്റെ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ, ലഹരിക്ക് അടിപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിൽ, ലഹരി പിശാച് കുടിയിരിക്കുന്നൊരു ജീവിതമാണെങ്കിൽ ആ ഭർത്താവിനെയല്ല നീ വെറുക്കേണ്ടത്, ഭർത്താവിൽ പ്രവർത്തിക്കുന്ന പിശാചിനെതിരായിട്ടാണ് നീ യുദ്ധം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിഹാരത്തിലൂടെ, പരിത്യാഗ പ്രവർത്തികളിലൂടെ പിശാചിന്റെ സ്വാധീന വലയത്തിൽ നിന്ന് നിന്റെ ഭർത്താവിനെ മോചിക്കാൻ നിനക്ക് സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ധരിക്കേണ്ട ആത്മീയ ആയുധത്തെക്കുറിച്ച്. അപ്പസ്തോലൻ പറയുന്നുണ്ട്, സത്യത്തിൻ്റെ, നീതിയുടെ, സമാധാനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ ആയുധം എടുത്ത് ഉപയോഗിക്കുക. ഇതാണ് ആയുധങ്ങൾ. സത്യം, നീതി, സമാധാനം, വിശ്വാസം, ദൈവവചനം. ഈ ആയുധങ്ങളാണ്, ആത്മീയ ആയുധങ്ങളാണ് ഒരു ക്രിസ്ത്യാനിക്ക് കൈമുതലായി ഉണ്ടാകേണ്ടത്. അല്ലാതെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടാൽ ഒരിക്കലും പിശാചിനെതിരെ വിജയിക്കുക നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് പിശാചെന്ന ശത്രുവിനെതിരെ പടപൊരുതുക. നിന്റെ കുടുംബത്തിൽ ഭാര്യയിൽ നിലനിൽക്കുന്ന തിന്മകളാകാം, മക്കളിൽ നിന്ന് നിലനിൽക്കുന്ന തിന്മകളാകാം. ഒരുപക്ഷെ മക്കളുടെ ദുർനടപ്പ്, മക്കൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന വിധത്തിലൊന്നും വളർന്നു വരുന്നില്ല, നല്ല രീതിയിൽ പഠിക്കുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദുശീലങ്ങളുണ്ട്. ഇതിലൊക്കെ ഹൃദയം തകർന്നിരിക്കുന്ന മാതാപിതാക്കളെ, മക്കളെ ഒത്തിരി വഴക്ക് പറഞ്ഞതുകൊണ്ടോ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഒന്നുമല്ല അവരെ നേടിയെടുക്കാൻ സാധിക്കുക. മറിച്ച് അവർക്ക് വേണ്ടി തിരുസ്വരൂപത്തിന് മുൻപിൽ മുട്ടുകുത്താൻ നിങ്ങൾ തയ്യാറാവുക, കരം വിരിക്കാൻ തയ്യാറാവുക, ഉപവസിക്കാൻ തയ്യാറാവുക, പ്രാർത്ഥിക്കാൻ തയ്യാറാവുക, പരിഹാരങ്ങൾ അനുഷ്ഠിക്കാൻ തയ്യാറാവുക. കാരണം മക്കളോടല്ല നിങ്ങളുടെ യുദ്ധം, അവരിൽ പ്രവർത്തിക്കുന്ന തിന്മയോടാണ്. അതിനെ അട്ടിപ്പായിക്കാൻ ആത്മീയ ആയുധങ്ങളല്ലാതെ മറ്റ് ഒരു പോംവഴിയും നമ്മുടെ മുൻപിലില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ ആയുധങ്ങളെടുത്ത് പിശാചിനെതിരെ പടപൊരുതാൻ നമുക്ക് സാധിക്കട്ടെ. ഇതാ ശത്രു കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. കളയും വിളയും കാഴ്ചയിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തിന്മ പ്രത്യക്ഷപ്പെടുന്നത് നന്മയുടെ രൂപത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എവിടെയെല്ലാം നന്മ വിതയ്ക്കപ്പെടുന്നുണ്ടോ അവിടെ തിന്മ അതോടൊപ്പം തന്നെ പിശാച് വിതയ്ക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്തിൻ്റെ മക്കൾ, അതല്ലെങ്കിൽ ഈശോ വിതയ്ക്കുന്ന നന്മയെന്ന വിത്തിന് ഇടയിൽ പിശാച് തിന്മയെന്ന കള വിതയ്ക്കാൻ എപ്പോഴും ശ്രമിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കണം. സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെ നന്മയുണ്ടോ അതിനോടൊപ്പം തന്നെ തിന്മ വളർന്നു വരാൻ പിശാച് ശ്രമിക്കുന്നതിന് ചരിത്രത്തിലുടനീളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പസ്തോലൻ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതന്റെ വേഷം കെട്ടാറില്ലേ. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? സാക്ഷാൽ മാലാഖയുടെ വേഷത്തിൽ പോലും കടന്നു വരാൻ പിശാചിന് സാധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നന്മയുടെ രൂപത്തിൽ കടന്നു വരുന്ന തിന്മയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. നന്മയിലും വിശുദ്ധിയിലും പുണ്യത്തിലും സുഹൃതങ്ങളിലും പ്രാർത്ഥന അഭിഷേകത്തിലുമൊക്കെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ തന്നെ
നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, ശുശ്രൂഷ വഴികളിലൊക്കെ തിന്മയുടെ കള വിതയ്ക്കാൻ ശ്രമിക്കുന്ന പിശാചെന്ന ഏക ശത്രുവിനെ കുറിച്ചുള്ള കരുതൽ, ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് ഇതാ പ്രത്യേകം വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ കളയും വിളയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കുക? ഫലം ചൂടുന്നതിൻ്റെ വെളിച്ചത്തിലാണ്. ഈശോ തന്നെ പറയുന്നുണ്ട്, വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് മനസ്സിലാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫലം ചൂടുന്ന നിമിഷത്തിലാണ് കളയാണോ വിളയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഞാനെന്ന ഗോതമ്പ് ചെടി പുറപ്പെടുവിക്കുന്നത് കളയാണോ വിളയാണോ? പ്രിയപ്പെട്ടവരെ, എന്നിൽ പൂത്തു പുഷ്പിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളാണോ അതോ തിന്മയുടെ ഫലങ്ങളാണോ? സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, കാരുണ്യം, നന്മ, ദീർഘശാന്തത, ആർദ്രത, വിശ്വസ്തത, വിനയം, സംയമനം, ശുദ്ധത, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതെല്ലാം എന്നിലുണ്ടോ? നേരെ മറിച്ച് അഹങ്കാരം, അസൂയ, മോഹം, കോപം, കൊതി, അലസത, ദ്രവ്യാസക്തി തുടങ്ങിയതാണോ എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾ? എങ്കിൽ അത് കളയാണ് എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിൽ വിളയാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വൃക്ഷത്തെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് നമ്മളോട് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, ഉണർവോടെ ആയിരിക്കുക. ആത്മീയ ജീവിതത്തിൽ അവധിക്കാലമില്ല. ഉണർവോടെ ആയിരിക്കുക. പിശാചിൻ്റെ കുടിലതന്ത്രങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ ഉണർവോടെ ആയിരിക്കുക. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം, നിരന്തരമായ പരിഹാര ജീവിതം, നിരന്തരമായ പ്രായശ്ചിത്ത ജീവിതം നയിച്ചുകൊണ്ട് ഉണർവോടെ ആയിരിക്കാൻ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.